ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ RICയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം, സെക്കൻഡ് മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. അതിലൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ. ഓക്കെ, അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ കാണാം, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ വർക്കിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കംപ്രസർ. ഓക്കെ, ഫസ്റ്റ് വൺ കംപ്രസർ. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു AB എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാൾവായിട്ടുള്ള ഒരു കംപ്രസർ ആണ്. വാട്ട് യു മീൻ ബൈ കംപ്രസർ? എന്താ ചെയ്യുന്നത്? അതായത് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്കൊന്ന് ആദ്യം പാർട്സ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വർക്കിംഗ് പറയാം. കംപ്രസർ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഇവിടെ ഒരു എവാപ്പറേറ്റർ ഉണ്ട്. ഇവിടെ ടോപ്പ് പൊസിഷനിൽ ഒരു എവാപ്പറേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്തുണ്ട്, ഒരു കണ്ടൻസർ ഉണ്ട്. ഓക്കെ, കണ്ടൻസർ, എവാപ്പറേറ്റർ, കംപ്രസർ, അടുത്തത് എക്സ്പാൻഷൻ വാൾവ്. അടുത്തായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എക്സ്പാൻഷൻ വാൾവ്. അതുപോലെ എന്തുണ്ട്, റിസീവർ. ഇത്രയും പാർട്സുകളാണ് ഇതിൽ മേജർ ആയിട്ടുള്ളത്. 5 പാർട്സ് ഏതൊക്കെ നമ്മൾ പറഞ്ഞു? കംപ്രസർ, കണ്ടൻസർ, റിസീവർ, എക്സ്പാൻഷൻ വാൾവ്, ദെൻ എവാപ്പറേറ്റർ. ഇത്രയും പാർട്സുകളാണ് ഈ ഒരു സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൽ ഉള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെ നോക്കാം. എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നതാണ് റെഫ്രിജറൻറ്റ്. ഏതിൻ്റെ ഉള്ളിൽ കൂടെ? ഈ ഒരു സൈക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ട്യൂബ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്നതാണ് റെഫ്രിജറൻറ്റ്. ഓക്കെ, കംപ്രസറിൻ്റെ ജോലി എന്താണ്? വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് കംപ്രസർ? അതായത് കംപ്രസ് ചെയ്യുക. അതന്നെയാണ് കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കംപ്രസ് ചെയ്യുക. എന്ത് കംപ്രസ് ചെയ്യുന്നു? റെഫ്രിജറൻറ്റ് കംപ്രസ് ചെയ്യുന്നു ഇൻടു ഹൈ പ്രഷർ ആയിട്ടാണ് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ എവാപ്പറേറ്ററിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റ് വിൽ ബി അറ്റ് ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് ആണ് എവിടുന്ന് വരിക? എവാപ്പറേറ്ററിന്. ഓക്കെ, ലോ പ്രഷർ വേപ്പർ റെഫ്രിജറൻറ്റ്. ഓക്കെ, ദെൻ അതെന്ത് ചെയ്യും? നേരെ കംപ്രസറിലേക്ക് വരും. കംപ്രസറിലെ A എന്ന് പറഞ്ഞ പൊസിഷനിൽ, വാൾവ് A എന്ന് പറഞ്ഞ പൊസിഷനിലൂടെ കംപ്രസറിലോട്ട് വരും. ദെൻ അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് B അല്ലെങ്കിൽ എക്സിറ്റ് വാൾവിലൂടെ എന്ത് ചെയ്യും? ഇത് നേരെ കണ്ടൻസറിലേക്കാണ് പോവുക. ഓക്കെ, ഇപ്പൊ റെഫ്രിജറന്റ് എവിടെ എത്തി? ഹൈ പ്രഷർ റെഫ്രിജറന്റ് കണ്ടൻസറിലെത്തി. എന്താണ് കണ്ടൻസറിന്റെ ജോലി? നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വായിച്ചു നോക്കൂ. രണ്ടാമത്തെ, condenser or cooler consists of coil of pipe in which the high pressure and temperature vapor refrigerant is cooled and condensed. അതായത് കംപ്രസറിന് റെഫ്രിജറന്റ് ഇപ്പോൾ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റെഫ്രിജറന്റ് ആണ് എവിടെ എത്തി നിൽക്കുന്നത്? കണ്ടൻസറിൽ എത്തി നിൽക്കുന്നത്. കണ്ടൻസർ എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യും? കൂൾ ചെയ്യും അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടൻസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ലാറ്റന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഇത് നേരെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് ദെൻ റിസീവർക്ക് കൊടുക്കുക. അപ്പൊ എന്താ അതിന്റെ പണി? കണ്ടൻസറിന്റെ പണി എന്താണ്? കണ്ടൻസിങ് ദ റെഫ്രിജറന്റ്, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറന്റ് കണ്ടൻസ് ചെയ്യാനാണ് കണ്ടൻസറിന്റെ ജോലി. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? ഹൈ പ്രഷർ ലിക്വിഡ് വേപ്പർ മിക്സർ ആണ്. അതിനുശേഷം നമുക്ക് എങ്ങനെ വരിക? റിസീവറിലോട്ട് വരിക. അപ്പൊ അതാണ് നമ്മുടെ റിസീവർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ദ കണ്ടൻസ്ഡ് ലിക്വിഡ്, അതായത് കണ്ടൻസ് ചെയ്ത ലിക്വിഡിനെ അല്ലെങ്കിൽ ലിക്വിഡ് റെഫ്രിജറന്റിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വെസലാണ് ഇത് റിസീവർ. ഓക്കെ, അപ്പൊ എന്താണ്? ദ കണ്ടൻസ്ഡ് ലിക്വിഡ് റെഫ്രിജറന്റ് ഫ്രം ദ കണ്ടൻസർ ഈസ് സ്റ്റോർഡ് ഇൻ എ വെസൽ നോൺ ആസ് റിസീവർ. ഇവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ എക്സ്പാൻഷൻ വാൾവിലേക്കുള്ള റെഫ്രിജറന്റിന്റെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ടാണ് എക്സ്പാൻഷൻ വാൾവ് 4. ഇവിടെ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എക്സ്പാൻഷൻ വാൾവ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ത്രോട്ടിൽ വാൾവ് ഓർ റെഫ്രിജറന്റ് കൺട്രോൾ വാൾവ്. എന്താ അതിന്റെ ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ ഓഫ് ദ എക്സ്പാൻഷൻ. എന്താ ഫംഗ്ഷൻ? എക്സ്പാൻഷൻ വാൾവിന്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഇതിലെത്തുന്നത് ലിക്വിഡ് ഹൈ പ്രഷറിലും ഉള്ള ലിക്വിഡ് ആയിരിക്കും. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഉള്ള ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് എവിടേക്ക് എത്തുക? എക്സ്പാൻഷൻ വാൾവിലേക്ക് എത്തുക. എന്ത് ചെയ്യാനാണ് ഇതിന്റെ ജോലി? റെഡ്യൂസ് ഇറ്റ്സ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഇവിടുന്ന് പോകുമ്പോൾ, അതായത് എക്സ്പാൻഷൻ വാൾവ് എന്നുള്ള എക്സിറ്റിലുള്ള റെഫ്രിജറന്റ് എന്തായിരിക്കും? ഇൻപുട്ട് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, എക്സിറ്റിൽ ഹൈ പ്രഷർ അല്ല ഉണ്ടാവുക. പ്രഷർ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസിങ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. സം ഓഫ് ദ ലിക്വിഡ് റെഫ്രിജറന്റ് എവാപ്പറേറ്റ്സ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ എക്സ്പാൻഷൻ വാൾവ്. ബട്ട്
the greater portion is vaporized and the evaporator at the low pressure and temperature. Evaporator എങ്ങനെ എത്തണം? അറ്റ് ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ വേണം എവാപ്പറേറ്ററിൽ എത്താൻ. അപ്പോൾ ഇപ്പം എങ്ങനെ എത്തി റെഫ്രിജറന്റ്? ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുള്ള റെഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൾവിന് ശേഷം ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുള്ള റെഫ്രിജറന്റ് എവിടെ എത്തി? എവാപ്പറേറ്ററിലെത്തി. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ആണ് എവാപ്പറേറ്റർ. എന്താ എവാപ്പറേറ്റർ ചെയ്യുന്നത്? എവാപ്പറേറ്റർ കൺസിസ്റ്റ് ഓഫ് കോയിൽ ഓഫ് പൈപ്പ് in which the liquid vapor refrigerant at low pressure and temperature. അതായത് ലിക്വിഡ് വേപ്പർ റെഫ്രിജറന്റ് ഇപ്പം എങ്ങനെയാണ്? ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ്. പിന്നെ എന്ത് ചെയ്യും? ഈസ് എവാപ്പറേറ്റഡ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു വേപ്പർ റെഫ്രിജറന്റ് അറ്റ് ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എന്ത് ചെയ്തിട്ട്? അതായത് ഇതാണ് ഈ ഇവാപ്പറേറ്റർ ആണ് നിങ്ങളുടെ നിങ്ങൾ തണുപ്പിക്കാനുള്ള ഒരു സ്ഥലം എന്ന് വെക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സബ്സ്റ്റൻസ് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യും? ഈ ഒരു ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും എത്തുന്ന റെഫ്രിജറന്റ് എന്ത് ചെയ്യും? അവിടുന്ന് ഫേസ് ചേഞ്ച് സംഭവിക്കും. അതായത് ലിക്വിഡ് ആയിട്ട് എത്തുന്ന ദെൻ നേരെ അത് വീണ്ടും ഗ്യാഷ്യസ് സ്റ്റേജിലേക്ക് മാറും. എങ്ങനെ? ബൈ അബ്സോർബിങ് ഇറ്റ്സ് ഹീറ്റ്. ഏതിൻ്റെ? സബ്സ്റ്റൻസ് ടു ബി കൂൾഡിന്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ഫേസ് ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് എത്തി നേരെ വേപ്പർ, അതായത് ലോ പ്രഷറിലുള്ള വേപ്പർ റെഫ്രിജറന്റ് നേരെ വീണ്ടും കംപ്രസർക്ക് എത്തി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് കംപ്രസർ, കണ്ടൻസർ, റിസീവർ, എക്സ്പാൻഷൻ വാൾവ്, അതുപോലെ എവാപ്പറേറ്റർ. എല്ലാത്തിന്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കാം. അതായത് എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഒന്ന് പോസ് ചെയ്ത് വായിക്കാം. ക്ലിയർ ഡെഫിനേഷൻ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കംപ്രസർ ഫസ്റ്റ് വൺ, ദെൻ കണ്ടൻസർ, ദെൻ റിസീവർ, ദെൻ എക്സ്പാൻഷൻ വാൾവ്, അതുപോലെ ലാസ്റ്റ് വൺ എവാപ്പറേറ്റർ. ഓക്കെ, താങ്ക് യു.